ഒരുപാട് മേശകൾക്ക് മുമ്പിൽ ഓച്ചാനിച്ചു നിന്നു. പക്ഷേ ശസ്ത്രക്രിയയ്ക്കുള്ള ഉപകരണങ്ങളൊന്നും കിട്ടിയില്ല. ഒരു ഡോക്ടർ മനം മടുത്ത് ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണ്. ആ പോസ്റ്റ് ഇപ്പോൾ വളരെ വിവാദമായിട്ടുണ്ട്. പതിവ് പോലെ വിവാദമായി എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. കാരണം ഇതൊരു കാര്യം വരുമ്പോൾ അപ്പം വിവാദമാവും, പിന്നെ അത് കഴിഞ്ഞതങ്ങ് പോകും, കെട്ടടങ്ങും. അപ്പോൾ പതിവ് പോലെ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു, അന്വേഷിക്കും, റിപ്പോർട്ട് തേടും. ഈ അന്വേഷിക്കുമ്പോൾ റിപ്പോർട്ട് തേടുമെന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് 4 വർഷം കഴിയുന്നു അല്ലേ? 5ാം വർഷത്തിലേക്കുള്ള പോക്കാണ്. വാർഷികാഘോഷമൊക്കെ ഗംഭീരമായിട്ട് നടത്താൻ മുഖ്യമന്ത്രി തീരുമാനിച്ചിരുന്നതാണ്. ഈ മുഖ്യമന്ത്രിക്ക് ഇതെല്ലാം ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആരോഗ്യരംഗത്ത് ഒരു പെരുമ കേട്ടതിന് ശേഷം നേരെ ഇടിഞ്ഞതാണ് പോകുന്ന രീതിയിലേക്കുള്ള പോക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഡോക്ടർ മനം മടുത്ത് ഇത്തരത്തിലൊരു പോസ്റ്റ് ഇടണം എന്നുണ്ടെങ്കിൽ എത്രത്തോളം എത്രത്തോളം നശിച്ചു പോയിരിക്കുന്നു നമ്മുടെ ആരോഗ്യരംഗം എന്ന് വേണ്ടേ നമ്മൾ കരുതാൻ. ഈ ഡോക്ടർ ഹാരിസ് അദ്ദേഹം ശസ്ത്രക്രിയ വിഭാഗത്തിൻ്റെ മേധാവിയാണ്. അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് ഈ പോസ്റ്റ് ഇട്ടു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഫേസ്ബുക്ക് എന്ന് പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമുക്കുണ്ടാകുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് അറിയിക്കാനുള്ള ഒരു മേഖല കൂടിയാണ്. അത് രാഷ്ട്രീയത്തിലായാലും അല്ലാതെ ആയാലും. അപ്പോൾ അങ്ങനെ അതിലൂടെ അദ്ദേഹം അറിയിച്ചത് തൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരു കുട്ടിയുടെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് തനിക്ക് ആ ഓപ്പറേഷൻ ചെയ്യാൻ കഴിയാതെ പോയതിലുള്ള വിഷമം കൊണ്ടാണ് താൻ ഈ പറയുന്ന കാര്യം പുറം ലോകത്തെ ഇങ്ങനെ അറിയിക്കുന്നത്. ഒരിക്കൽ ആദ്യമായിട്ടല്ല അദ്ദേഹം ഇങ്ങനെ ഈ ഒരു വിഷമം ആദ്യമായിട്ടല്ല അദ്ദേഹത്തിന് വിഷമം ഉണ്ടാകുന്നത്. കഴിഞ്ഞ കുറേ അധികം നാളുകളായി അദ്ദേഹം മാത്രമല്ല, അതായത് ഇത്തരത്തിൽ ഈ ഒരു ഡോക്ടർക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ പല മുഖ്യധാര മാധ്യമങ്ങളും മെഡിക്കൽ കോളേജിലെ പല ഡോക്ടേഴ്സിനെയും വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ ആശുപത്രിയേക്കാൾ എന്നതിനേക്കാൾ ഉപരി നമ്മൾ മറ്റ് ഫെസിലിറ്റീസ് പ്രൈവറ്റ് ആശുപത്രിയിൽ ഇല്ലാത്തതുപോലും ഈ മെഡിക്കൽ കോളേജിലുണ്ട്. അങ്ങനെ അവിടെ ചികിത്സയ്ക്ക് ഒത്തിരി പേര് വരാറുണ്ട്. അങ്ങനെ ഈ മുഖ്യധാര മാധ്യമങ്ങളിലെ റിപ്പോർട്ടേഴ്സ് പലരെയും വിളിച്ച് സംസാരിച്ചപ്പോൾ ആ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞത്, ഞങ്ങൾ തന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശിട്ട് പല ഉപകരണങ്ങളും വാങ്ങിയിട്ടുണ്ട്, അത് പിന്നീട് എപ്പോഴെങ്കിലും ഞങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്ന് കരുതിയാണ് ചെയ്തിട്ടുള്ളത്. നിരവധി ഓപ്പറേഷനുകൾ ഇതേപോലെ അതിന് വേണ്ട ഉപകരണങ്ങളില്ലാതെ മുടങ്ങിക്കിടന്നിട്ടുണ്ട്, ഞങ്ങൾ അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ട്. ഹാരിസ് എന്ന ഡോക്ടർ പറഞ്ഞത് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുമ്പോൾ ഇവിടെ തുടക്കത്തിൽ പ്രജിത സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഇത് എല്ലാം റിപ്പോർട്ട് തേടട്ടെ എന്ന് പറയുമ്പോൾ ഈ മന്ത്രി ഒരു വാക്കുകൂടെ പറഞ്ഞു, ഇത് സിസ്റ്റത്തിന് പറ്റിയ ഫെയിലിയർ ആണെന്ന്. അവർ ചവിട്ടി നിൽക്കുന്ന മണ്ണ് താഴ്ന്നു പോവുകയാണ് എന്ന് അവർക്ക് മനസ്സിലാക്കുന്നില്ല. അവരുടെ കാൽക്കീഴിലെ മണ്ണാണ് ഒലിച്ചു പോകുന്നത്, അത് അവർ മനസ്സിലാക്കുന്നില്ല. അവരുടെ സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ എന്ന് പറയുമ്പോൾ അവർ തന്നെ ഫെയിലിയർ എന്നാണ് അതിൻ്റെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആരോഗ്യമന്ത്രിയുടെ ഈ പറയുന്ന ഡോക്ടർ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലെ PS വരെ അദ്ദേഹം സമീപിച്ചിട്ടുണ്ട്. ഇങ്ങനെ അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഹൈറാർക്കി ലെവലിൽ എനിക്ക് PS അടുത്തൊന്നും പോകേണ്ട കാര്യമില്ല. ഇപ്പോൾ ഹൈറാർക്കി ലെവലിൽ നമുക്ക് ഓരോ കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ആദ്യമേ കയറിയെങ്കിൽ നമുക്ക് ചൂണ്ടിപ്പിടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഈ ഡോക്ടർ ഒരു സിസ്റ്റത്തിൻ്റെ പരാജയത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അദ്ദേഹത്തിന് ഹൈറാർക്കി ലെവലിൽ എല്ലാം അദ്ദേഹം ചെയ്തു. DMO അടുത്തവരെ എത്തി. കാര്യം ഇങ്ങനെ ആശുപത്രി സാധനങ്ങളുടെ ഈ എക്യുപ്മെൻസിനെ സംബന്ധിച്ച് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനൊരു മീറ്റിംഗ് തന്നെ കൂടും. അത് കളക്ടർ വരെ കൂടിച്ചേർന്നുകൊണ്ടുള്ളൊരു മീറ്റിംഗ് ആണ്. ഇങ്ങനെ മീറ്റിംഗ് കൂടിയിട്ട് അതിൻ്റെ ഫണ്ട് ചോദിക്കുമ്പോൾ ഫണ്ട് അലോക്കേഷൻ മുതൽ തന്നെ പ്രശ്നം തുടങ്ങും. ഈ ഫണ്ട് അലോക്കേഷൻ ഒക്കെ പറയുമ്പോൾ ഈ വന്നിരിക്കുന്ന രോഗിയുടെ രോഗം മൂർച്ഛിക്കും. മനസ്സിലായില്ലേ? ഇങ്ങനെ ഇപ്പം നമ്മൾ ശ്രീത്ര മെഡിക്കൽ സെൻ്ററിൽ ഞാൻ എൻ്റെ അമ്മയുടെ ഓപ്പറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഹൃദയത്തിൻ്റെ ഓപ്പറേഷൻ ചെയ്ത് ശ്രീത്രയിലാണ്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ ഇവർ ഈ പറയുന്ന എക്യുപ്മെൻറ്റ് ഇപ്പോൾ സ്റ്റഡ് ഇടാനാണ്, അല്ലെങ്കിൽ ഓപ്പൺ ഹാർട്ട് സർജറിയാണ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവരൊരു തീയതി അവർ മനസ്സിൽ കാണും. അപ്പോഴത്തേക്ക് ഈ സ്റ്റഡ് ഇവിടെ വരും. ഇതിനകത്ത് നമ്മൾ ഹൃദയത്തിനകത്ത് വെക്കുന്ന, ഇല്ലെങ്കിൽ ഓപ്പൺ ഹാർട്ട് സർജറിയുടെ എക്യുപ്മെൻസിനെ കണ്ട് അവർ മനസ്സിലൊരു ഡേറ്റ് ഇടും. ആ ഡേറ്റിനകത്ത് എക്യുപ്മെൻസ് വരണം. അതുവരെ ഈ രോഗിക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ രോഗിക്ക് ഇത് ശ്വാസം മുട്ടലാവും. ഹൃദയവേദന എന്നൊക്കെ പറയുമ്പോൾ ശ്വാസം മുട്ടലാണ് ഏറ്റവും കൂടുതൽ അനുഭവം. ആ കാലാവധി കഴിഞ്ഞാൽ പിന്നെ രോഗി ജീവിച്ചിരിക്കില്ല. അപ്പോൾ അങ്ങനെ എത്ര നാൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും? ഇത്തരത്തിൽ ചികിത്സയ്ക്ക് അതായത് ശസ്ത്രക്രിയക്ക് എഴുതി കൊടുത്തിട്ട് സമയം കിട്ടാതെ ക്യൂ നിൽക്കുന്ന നിരവധി രോഗികൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ സിസ്റ്റത്തിൻ്റെ ഇങ്ങനെ നിരവധി രോഗികൾ ഈ ഡേറ്റ് കിട്ടാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡോക്ടർ പറഞ്ഞതിലേക്ക് തന്നെ തിരിച്ചു വരാം. ഈ ഡോക്ടർ പറയുമ്പോൾ സിസ്റ്റത്തിൻ്റെ പരാജയമെന്ന് പറയുമ്പോൾ ഒരു വേള പ്രതിപക്ഷ നേതാവ് പറയുന്ന അദ്ദേഹത്തിൻ്റെ വാക്യങ്ങളെ നമ്മൾ ഓർത്തെടുത്ത് പറയുമ്പോൾ അതിൽ പറയാനുള്ളത്, ഈ മന്ത്രിയാണോ ഈ വകുപ്പ് ഭരിക്കുന്നത്? ഈ മന്ത്രിയല്ല ഈ വകുപ്പ് ഭരിക്കുന്നത്. ഈ മന്ത്രിയാണ് വകുപ്പ് ഭരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല സംഭവിക്കുന്നത്. പ്രജിത, നമ്മൾ 1-2 ഇൻസിഡൻറ്റുകൾ കൂടെ നമുക്ക് കൂട്ടിച്ചേർത്ത് പറയേണ്ടി വരും.
ഏതാണ്ട് ഒരു 3 ഞായറാഴ്ചയ്ക്ക് മുന്നേ എങ്ങോട്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു തീപിടുത്തം ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, പ്രീതിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഈ പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീപിടുത്തം ഉണ്ടാകുമ്പോൾ ഈ മന്ത്രി വന്ന് ഇറങ്ങുന്ന രംഗം, മന്ത്രി ആരോ ഭയപ്പെടുന്നതായിട്ടാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അതായത് ഉദ്യോഗസ്ഥരെ അവർ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. ഇവർ ഒരു മാധ്യമ പ്രവർത്തകയായിരുന്നവരാണ്. എന്തിനാണ് ഇവരിങ്ങനെ ഉദ്യോഗസ്ഥരെ ഭയപ്പെടുന്നത്? എന്നിട്ട് ഈ തീപിടുത്തം ഉണ്ടായ അവിടെ നിന്ന് രോഗികളെ കൊണ്ട് കോഴിക്കോട് ആ മെഡിക്കൽ കോളേജിൽ നിന്ന്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇരിക്കുന്നത് ഇച്ചിരി അകത്തോട്ടാണ്. നമ്മൾ ഈ മലബാർ ഗോൾഡൊക്കെ പോകുന്ന വഴിയൊക്കെയാണ് ആ ഭാഗം, ഇച്ചിരി അങ്ങ് അകത്തോട്ടാണ്. കോഴിക്കോട് സിറ്റിയിലല്ല, ഇച്ചിരി അകത്തോട്ടാണ്. അവിടെ നിന്ന് പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് മാറ്റുന്നു. എന്നിട്ട് പ്രൈവറ്റ് ആശുപത്രിക്കാർ ഇവരെ ഉൾക്കൊള്ളുന്നില്ല. ആരും ഈ രോഗികളെ തിരിച്ച് വീണ്ടും ഇവരെ കൊണ്ടുവന്നിട്ട് വീണ്ടും കൊണ്ടുവന്ന് അവിടെ അവരെ കിടത്തുന്ന ആ ഹാളിനകത്ത് വീണ്ടും തീപിടുത്തം ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ എന്ത് കാര്യക്ഷമതയൊക്കെയാണ്? അതും അന്വേഷിക്കാമെന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് എന്തായി? അന്വേഷിക്കില്ല. കാര്യം നമ്മളീ പറഞ്ഞ പോലെ ഇവര് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ വീണ ജോർജ് ഈ വകുപ്പിന്റെ മന്ത്രി എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഭരണം മറ്റു പല നേതാക്കളുമാണ്, യൂണിയൻ നേതാക്കളുമാണ് നടത്തുന്നത്. ഒരു ചെറിയ ഉദാഹരണം കൂടെ നമുക്കിവിടെ പറയാം. നമ്മൾ തന്നെ സംസാരിച്ച ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു. അതായത് ശ്രീത്ര മെഡിക്കൽ സെന്ററിൽ ഒരു അവിടുത്തെ ഡയറക്ടർ അവിടെ കാർഡിയോളജി വിഭാഗത്തിൻ്റെ ഒരു ലാബിൻ്റെ ഉദ്ഘാടനം. ഈ ലാബിൻ്റെ ഒരു ചെറിയ സംഭവം ആ മേധാവി തന്നെ ഉദ്ഘാടനം ചെയ്യുന്നു. കാർഡിയോളജി ആ നേതാവല്ല, ആ മേധാവി തന്നെ ഉദ്ഘാടനം ചെയ്തു. ഇത് ഉദ്ഘാടനം ചെയ്തതിനെ അവിടുത്തെ യൂണിയൻ നേതാക്കൾക്ക് ഇഷ്ടമില്ലാത്തവരായിരുന്നു ഈ മേധാവി. കാർഡിയോളജിക്കൽ അത് ഡോക്ടറാണ്. ഇവർ രാജ്യരായ്മാനം സ്ഥലം മാറ്റം. അപ്പോൾ ഇവരെന്താണ്, ഇവരോട് ഫൈറ്റ് ചെയ്ത് നിന്നിട്ട് ഇവരോട് യുദ്ധം ജയിക്കാനായിട്ടാണ് ഇവർ തന്നെ ഇതിൻ്റെ ഇനാഗുറേഷൻ നടത്തിയത്. ഈ കാർഡിയോളജി വിഭാഗത്തിൻ്റെ ഈ പുതിയ കെട്ടിടത്തിൽ ആ പുതിയ എക്യുപ്മെൻറ്റ്സ് വന്നതിൻ്റെ എന്തിന് ഈ നേതാക്കൾ ഇടപെട്ട് മന്ത്രിയെ അറിയിച്ച് ഈ ഉദ്ഘാടനം ചെയ്ത ഫലകം വരെ മാറ്റി വെച്ചു. ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്യും. ഇത് നമ്മൾ തന്നെ ചെയ്തൊരു വാർത്തയാണ്. ഈ വാർത്ത നമ്മൾ ചെയ്തതിൻ്റെ തൊട്ടു പിന്നിൽ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിക്കുന്നു. സുഹൃത്തെ, ആ വാർത്ത നിങ്ങൾ ഡിലീറ്റ് ചെയ്യണം. കാര്യം അതിവിടെ ഭീകരമായി ഇവിടുത്തെ യൂണിയൻ നേതാക്കൾ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഡയറക്ടർക്ക് സ്ഥലമാറ്റം കൊടുക്കുന്നില്ല. എന്നെ വിളിച്ചു പറഞ്ഞ സുഹൃത്തിൻ്റെ പേര് കൂടെ ഞാൻ ഇതിൽ മെൻഷൻ ചെയ്തു. അയാളടുത്ത് ഉദ്യോഗസ്ഥനാണ്. അയാൾ എന്നോട് കാല് വിളിച്ചു. അവസാനം നമ്മളത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. ആ വാർത്ത നമ്മൾ കൊടുക്കാതെ വന്നു. അത്ര കണ്ട് ഈ പറയുന്ന രീതിയിൽ ആശുപത്രിയും ആരോഗ്യരംഗവും ഈ എന്താ പറയുക, ഒരു വല്ലാത്ത യൂണിയനുകളുടെ പിടുത്തത്തിലാണ്. വേറൊരു കാര്യം കൂടെ, ഇതിപ്പോൾ നമ്മൾ ഈ ഡോക്ടറുടെ കാര്യം പറഞ്ഞു, എക്യുപ്മെൻറ്റ്സ് സംഭവങ്ങൾ ഇല്ല എന്ന് പറഞ്ഞൊരു കഥ. ഒരു 2 മാസത്തിന് മുമ്പേ ഉണ്ടായ ഒരു സംഭവം പ്രീത ഓർത്ത് നോക്കണം. അതായത് ക്ലീനിങ് തൊഴിലാളിയല്ല, ലാബ് ജീവനക്കാരൻ ടെസ്റ്റിനായി കൊണ്ടുപോയ രോഗികളുടേതായി എടുത്തു വെച്ച ആന്തരിക അവയവം ഇത് ഒരു ആക്രി പറക്കുന്ന ആൾ എടുത്തോണ്ട്. മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞോളൂ. മറ്റൊന്ന് പറയുമ്പോൾ നേരത്തെയും ഉണ്ടായിട്ടുള്ളതാണ്. ഈ ശസ്ത്രക്രിയ കഴിഞ്ഞ് കിടക്കുന്ന രോഗിയെ പീഡിപ്പിക്കുന്ന അറ്റൻഡർ, അത് കോഴിക്കോട്. ഇതൊക്കെ തീർത്തും എന്താ പറയുക, പരാജയം എന്നുള്ളതല്ല, അതിനെതിരെ നടപടി എടുക്കാനുള്ള നട്ടെല്ല് ഈ ആരോഗ്യമന്ത്രിക്ക് ഇല്ല എന്ന് തെളിയിക്കുന്നതാണ്. ചേട്ടൻ പറഞ്ഞ പോലെ യൂണിയൻ നേതാക്കളെ പേടിച്ചിട്ടാണെങ്കിൽ, ഈ അറ്റൻഡർ യൂണിയനിലുള്ള ഒരാളാണെങ്കിൽ അവിടെ സ്വാഭാവികമായും നടപടിയെടുക്കാൻ കഴിയില്ല. പക്ഷെ അത് ആരോഗ്യമന്ത്രിയുടെ മാത്രം പരാജയമാണെന്ന് ഞാൻ കരുതുന്നില്ല. മുഖ്യമന്ത്രിയുടെ പരാജയമാണ്. എന്തുകൊണ്ട് അവിടെ നടപടി എടുക്കുന്നില്ല എന്നുള്ളത് ഒരു സംസ്ഥാനത്തിന്റെ തലവൻ എന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ചോദിക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോ 1, 2 ഇവർ പറയുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. എപ്പോഴും ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. പല നാൾ ആവർത്തിക്കുമ്പോഴും ഇത് ഒറ്റപ്പെട്ടതെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് കണ്ണടക്കലാണ്. അതിനെതിരെ കൃത്യമായ ഈ പറയുന്ന പ്രതിപക്ഷം രംഗത്ത് വരികയും ചെയ്യുന്നില്ല. 2 പക്ഷവും പരാജയമാണെന്ന് തന്നെ അതിൽ പറയേണ്ടി വരില്ലേ? അല്ല പ്രജിത, ആ പറഞ്ഞ കാര്യം ഞാൻ സമ്മതിക്കുന്നു. കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പത്രസമ്മേളനം കണ്ടു. ഇദ്ദേഹത്തിന് ഇപ്പോഴും ഇതൊക്കെ പറയാനുള്ളൂ. അതായത് മരുന്ന് കൊടുക്കുന്ന കമ്പനികൾക്ക് മരുന്ന് കൊടുത്തതിൻ്റെ ഡ്യൂസ് ഇതുവരെ കൊടുത്തിട്ടില്ല. അത് അദ്ദേഹം ഇപ്പോഴാണ് പത്രസമ്മേളനത്തിൽ പറയുന്നത്. അല്ല, എൻ്റെ സംശയം പ്രജിത പറഞ്ഞത് തന്നെ ഞാൻ ഇപ്പോൾ ആലോചിച്ചതേ ഉള്ളൂ. അതായത് പേരിനൊരു ചടങ്ങ്, പ്രതിപക്ഷ നേതാവ് ജനങ്ങളെ കാണുന്നു. എന്താ സംഭവം? ഇപ്പോൾ ഈ ഡോക്ടറുടെ പോസ്റ്റ് പേരിന് ജനങ്ങളെ ബോധിപ്പിക്കാനായി കുറേ കാര്യങ്ങൾ. ഇപ്പോൾ കോഴിക്കോട് തന്നെ നടന്ന ഈ കാര്യം, പ്രജിത ഇപ്പോൾ പറഞ്ഞ ഈ കാര്യം, ആ ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞ് കിടന്ന ആ സ്ത്രീയോട് അറ്റൻഡർ കാണിച്ച പച്ച മലയാളത്തിൽ, നമുക്ക് സാമൂഹ്യ മാധ്യമം ആയതുകൊണ്ട് നമുക്ക് തെണ്ടിത്തരം തന്നെ പറയും. ഈ തെണ്ടിത്തരത്തിന് എന്താണ് അതിന് സാക്ഷിയായ ഒരു വനിതയാണ്. അവരെവിടെയെല്ലാം ഇവർ സ്ഥലമാറ്റം നടത്തി അല്ലേ? എന്നിട്ട് അതിനെന്തെങ്കിലും നടന്നു?
അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടി ചുരുക്കെടുത്ത് നമ്മൾ വായിക്കുമ്പോൾ ഒരു ഡോക്ടർ ഇത്രയും ആത്മാർത്ഥതയോടെ, എന്നിട്ട് പ്രീത ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഈ ഡോക്ടറെ പോലീസ് വന്ന് ഇന്നലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് അദ്ദേഹത്തിനോട് സംസാരിച്ചിരിക്കുന്നു. ഒരു ഡോക്ടർ സത്യം സാമൂഹിക മാധ്യമങ്ങളിലൂടെ അറിയിച്ചതിന് പോലീസിന്റെ അന്വേഷണം അല്ലേ? എന്നിട്ട് മറ്റൊരു കാര്യം, അദ്ദേഹത്തിന് കൂടുതൽ കേസിലും മറ്റു കാര്യങ്ങളും പെടുത്താത്ത എന്തുകൊണ്ടെന്ന് അറിയൂ? അദ്ദേഹം ഒരു ഇടത് അനുഭാവിയായതുകൊണ്ടാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യുമായിരുന്നു. അത് മാത്രമൊന്നുമല്ല, സമൂഹം അദ്ദേഹത്തിനോടൊപ്പം, സമൂഹം അദ്ദേഹത്തിനൊപ്പമാണ്. എല്ലാവർക്കും നല്ല അഭിപ്രായം മാത്രമാണ് ആ ഡോക്ടറെ കുറിച്ചുള്ളത്. പ്രീത പറഞ്ഞ ആ പോയിന്റ്, അതായത് ഇടത് അനുഭാവി എന്നുള്ളത് മാത്രമല്ല, അതും കൂടെ നമുക്ക് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടി വരും. അതായത് ഈ വാർത്ത പുറത്തു വന്നതിലൂടെ ജനം എന്താണ് ഇവിടെ നടക്കുന്നത്, ആരോഗ്യവകുപ്പിൽ നടക്കുന്നത് എന്ന് അറിഞ്ഞു. അത് അറിഞ്ഞതിൽ ഇളിഭ്യരായിട്ടാണ് ഈ സർക്കാർ അദ്ദേഹത്തിന് ഇപ്പോൾ ഒന്നും ചെയ്യാതെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു തട്ടുകേട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒന്നുകൂടെ പറയാം, ആരോഗ്യമന്ത്രി, പിന്നെ നമ്മുടെ വിദ്യുച്ഛക്തി മന്ത്രി, വനം മന്ത്രി എന്നിങ്ങനെ 3 വെറും ബിംബങ്ങൾ മാത്രമാണ് ഗവൺമെന്റിന്റെ മന്ത്രിമാരായിട്ടുള്ളത്. അതിൽ ഒരു ഘടകകക്ഷി മന്ത്രിയാണെങ്കിൽ ഗണേഷ് കുമാർ, അദ്ദേഹത്തിന് പറയാനുള്ളത് യൂണിയൻ നേതാക്കളെ പോയി പണി നോക്കടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പറയുന്നത് ശരിയല്ലേ? അതെ.